എന്തൊരു കള്ള പറയണ. ഇവള് കരഞ്ഞല്ലേ. മതം നമ്മുടെ ഇടയിൽ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നലിന് എന്ത് മണ്ടത്തര ചെയ്യണ കപ്പിൾസ് ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ്. ഉണ്ടാക്കിയ മുട്ട ഫുള്ള വിൻഡോ തുറന്ന് നേരെ പുറത്തേക്കാണ്. ഹായ്. അപ്പോ മൈക്കോണാക്കില്ലേ ഇതല്ലേ. അപ്പോ ഇത് ആക്ച്വലി നമ്മൾ എന്ത് വീഡിയോ ചെയ്യണ്ടെന്ന് അറിയാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ പിന്നെയും ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ചോദിച്ചു. ഇത് ചാറ്റ് ജി പി ടിക്ക് ഒരു പ്രൊമോഷൻ ആയിരിക്കും കേട്ടോ എപ്പോഴും. അത് നോക്കണ്ട കേട്ടോ, ലൈനുണ്ട്, ഞാൻ പാവപ്പെട്ടവനാ അതുകൊണ്ടാ. അപ്പോൾ ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ചോദിച്ചു. സോ ലൈക്ക് എന്തായാലും സംഭവം ഉണ്ടായിരുന്ന ലൈക്ക് നമ്മൾ മാരേജിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു 2 years ആവാൻ പോവുക. ജാനുവരിയിൽ 2 year ആവാൻ പോവുക. എല്ലാവരും നമ്മൾക്ക് അഡ്വാൻസ് ആയിട്ട് ആനിവേഴ്സറി ആഘോഷങ്ങൾ ആനിവേഴ്സറി അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ തിങ്സ് വി ലേൺഡ് ആഫ്റ്റർ മാരേജ്. അപ്പോൾ അലീന പറയട്ടെ. അല്ല അലീന പറയട്ടെ. ഞാൻ ലേൺ ചെയ്തായിരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് വീട്ടുകാരെ സെറ്റപ്പിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ലൈക്ക് ഒരു നമ്മുടെ ഫാമിലി സൈഡ് ഭയങ്കര ലൈക്ക് കൺട്രോൾഡ് അല്ല, ലൈക്ക് അവരുടെ ആ ഒരു ഇതിലാണ് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. സോ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എവിടൊക്കെ എന്തൊക്കെ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും അറിയണുണ്ടായിരുന്നില്ല. ലൈക്ക് ഈ മെച്യൂരിറ്റി കുറവ്, നമ്മൾക്ക് എത്രയും സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ അറൗണ്ട് ആൾക്കാർ ഉള്ള സമയത്ത്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ അലീന ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ അലീന ഒറ്റയ്ക്ക് പോയേക്കാണെങ്കിലും ശരി, അലീനക്ക് എവിടെയെങ്കിലും നെറ്റ് കിട്ടുന്നില്ല വിചാരിക്കുക, ഹോട്ട്സ്പോട്ട് പോലും ഒരാൾ അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ സിമ്മിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിന് റേഞ്ച് കിട്ടണമെന്നില്ല. അപ്പോൾ ഇവൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇവൾക്ക് ഇടയ്ക്ക് റേഞ്ച് കിട്ടില്ല. സോ അവിടെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു ഹോട്ട്സ്പോട്ട് ജസ്റ്റ് ഒരു ഹെൽപ്പ് തരുമോ എന്ന് ചോദിക്കാൻ പോലും അലീനക്ക് പറ്റില്ല. അലീനെ ഡിപ്പെൻഡ് ചെയ്യാണ് എന്നെ. സോ ഞാൻ എൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതാണ്. സോ എനിക്ക് കാര്യങ്ങളൊന്നും എവിടെ പറയണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ, എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയണമെന്നില്ല. ആഫ്റ്റർ മാരേജ് ഒരു 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 വെരി എന്താ പറയാ മെച്യൂർ ഒരു ഭർത്താവായി, ഒരു ഫാമിലി മാനായി ഞാൻ ഒരു ബോയിന്ന് ഒരു മാനിലോട്ട് മാറി അല്ലേ. അലീനക്ക് അങ്ങനെ തോന്നിയില്ലേ എന്നെ കുറിച്ച്? പക്ഷെ ഞാനിപ്പോ ഇവൻ പറയണ പോലെ ഇവനെ ഫസ്റ്റ് കാണുമ്പോൾ തൊട്ട് ഇവൻ ഇങ്ങനെ തന്നെ കേട്ടോ, ഭയങ്കര റെസ്പോൺസിബിലിറ്റി എടുക്കണ ഒരാളായിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് കാണുന്നത്. അതിപ്പോ അതിനെക്കാട്ടിയും കുറച്ചും കൂടി ചേഞ്ച് വന്നു. എനിക്ക് എങ്ങനെയാണെന്നറിയോ, ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയാൽ എനിക്ക് ഓർഡർ ചെയ്യാൻ പോലും പറ്റില്ല. എനിക്ക് ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി ഇപ്പൊ റീസെന്റ് കൂടി ഉണ്ടായുള്ളൂ. ഇവൻ ലാസ്റ്റ് എന്നോട് ചീത്ത പറഞ്ഞു, നിനക്ക് എന്താ അവിടെ ഒരാളോട് ഹോട്ട്സ്പോട്ട് ചോദിച്ചാൽ എന്താ പ്രശ്നം? എന്നിട്ട് അപ്പത്തന്നെ പോയി ചോദിച്ചിട്ടോ. അത് ചീത്ത പറയണ വരെ കുഴപ്പമില്ല, ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ പോയി ചോദിച്ചു. എടാ ഈ ചീത്ത എന്നൊക്കെ പറയണെന്ന് പറഞ്ഞാൽ ഇതന്നെ ഇങ്ങനെ പറയണം കേട്ടോ, നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബേസായിട്ട് നമുക്ക് എപ്പോഴും കെട്ടിപ്പിടിച്ചോണ്ട് പറ്റില്ലല്ലോ മനുഷ്യന്മാർ വാട്ടെവർ. അപ്പൊ ഇതാണ് എനിക്ക് ആഫ്റ്റർ മാരേജിൽ ഞാൻ കുറച്ചുകൂടി മെച്യൂർഡായി. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അലീന പറയും എന്തേലൊക്കെ പറയും. അല്ല എന്തേലും അല്ല, ലൈക്ക് ആഫ്റ്റർ മാരേജ് പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്തത് എനിക്കൊരു കാര്യം സ്വന്തമായിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളിപ്പോ ഇൻസ്റ്റയിലൊക്കെ കണ്ടില്ലേ കുറെ കപ്പിൾസ് ആണെങ്കിലും അവർക്ക് സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. നമുക്കതുണ്ട്. ബട്ട് എന്നാലും ഉണ്ടല്ലോ ഇവൾക്ക് വേണ്ടിയിട്ടായിട്ട് ഒരു കോണ്ടന്റ് പോലും ഇവള് ചെയ്യില്ല. ഒരു റീൽ എടുക്കാൻ പറഞ്ഞാലോ എന്തെടുക്കാൻ, ഇതിപ്പോ ഇത്ര ഒരുങ്ങി വന്നിക്കണ ഞാൻ പറയണോണ്ടാ, ഇതിപ്പോ ഈ വീഡിയോക്ക് ഒരുങ്ങി വരണ കാരണം ഞാൻ പറയണോണ്ടാ. ഇവൾക്ക് സാധനങ്ങൾ ഇവളിങ്ങനെ ഈ നെയിൽസ് അതേപോലെ ലിപ്സ്റ്റിക്ക് ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ മേടിക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മള് മേടിക്കണേ ചിലവര് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സ്റ്റോറി ഒക്കെ ഇടാനല്ലേ. ഇവളാണല്ലോ അവർക്ക് വെറുതെ ഇട്ടിട്ട് നീക്കൊണ്ട് നടക്കാം. എനിക്ക് നെയിൽസ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പണ്ട് തൊട്ട്.
ഞാനൊരു നെയിൽസ് വാങ്ങിയിട്ട് ഇവൻ എന്നെ അത് വെക്കാൻ സമ്മതിക്കണില്ലേ, അതും പറയും. അത് പറയാത്തത് വെറുതെ വെക്കണ്ട. ഞാൻ എന്തെങ്കിലും കണ്ടന്റ് എടുക്കുമ്പോ വല്ല റീലൊക്കെ എടുക്കുമ്പോ അതിൽ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവില്ലേ, അങ്ങനെ ഇടാൻ പറഞ്ഞതാ. ഒരു മാസമായി മേടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഇന്നലെ എനിക്ക് ഒരു മാസമായിട്ടില്ല, ഇപ്പൊ ഒരു 2 ആഴ്ച മുന്നേ 1.5 ആഴ്ച മുന്നേട്ടാണ് സാധനം വന്നേക്കണേ. അല്ലാട്ടോ, ഓൾമോസ്റ്റ് ഒരു മാസം. പിന്നെ എന്നെ വെക്കാൻ സമ്മതിക്കണില്ല. ലാസ്റ്റ് ഒക്കെ പ്രാന്ത് വന്നിട്ട് ഞാൻ ഇന്നലെ എടുത്ത് ഒരു കയ്യില് ഫുൾ ഒട്ടിച്ചിട്ട് കുറച്ചു നേരം നടന്നു. അലീന കള്ളം പറയണ എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം അലീന കള്ളം പറയാൻ തുടങ്ങി കുറച്ച് കാലായി. അലീന കള്ളം പറയുമ്പോണ്ടല്ലോ ആർക്കും മനസ്സിലാവാത്ത രീതിയില് വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് അലീന പറയാ. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അത് സൈഡ് പറഞ്ഞ അതുകൊണ്ട്. പക്ഷെ അങ്ങനെ അലീനയുടെ മുഖത്തൊരു എക്സ്പ്രഷൻ വരില്ല. കള്ളം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നമ്മളെ കള്ളം പറയുകയാണെന്ന് മനസ്സിലാവില്ല, ആ സംഭവം വരില്ല. അപ്പൊ നമ്മള് വിഷയത്തിനും തെന്നി മറിയല്ലേ. അടുത്ത അവളെ ഫസ്റ്റ് ഫൈറ്റ്. അതിപ്പോ ഫസ്റ്റ് ഫൈറ്റ് റിലേഷൻ ടൈമിലാണോ? റിലേഷൻ ടൈമില് അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ എല്ലാ ദിവസവും അടിയാറും. എല്ലാ ദിവസവും ഇവൻ ഓരോ പ്രാന്താണ്. എല്ലാ ദിവസവും ജിമ്മിൽ പോയിട്ട് ക്ഷീണിച്ചിട്ട് വരുമ്പോണ്ടല്ലോ പിന്നെ ഞാനായിട്ട് അടി ഉണ്ടാക്കണം. ആഫ്റ്റർ മാരേജ് പറയുമ്പോ ഫസ്റ്റ് ഫൈറ്റാ എന്ന് പറഞ്ഞാൽ മുട്ട. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വീഡിയോ ആരല്ലേ പറയാം. ഞാൻ പറയാം ഞങ്ങൾ പുറത്ത് പോയി ഞങ്ങള് ഡെയിലി കള്ളം പറയരുത്, കുറച്ചൊക്കെ സത്യം പറഞ്ഞേ. ഞങ്ങള് ഡെയിലി ചപ്പാത്തിയും മുട്ടയായിരുന്നു കഴിക്കണ്ടായിരുന്നത്. അപ്പോൾ എന്താ ഞാൻ ചപ്പാത്തി ചുടും ഇവ മുട്ട ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ അന്ന് പുറത്ത് പോയപ്പോൾ ഞാനൊരു പഫ്കോൺ വാങ്ങിയിട്ടായിരുന്നു എനിക്ക് കഴിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ 3 ചപ്പാത്തി കഴിക്കലുണ്ട്, ഇവൻ 5 എണ്ണം എന്തെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് 2 എണ്ണം മതി, എനിക്ക് 2 എണ്ണം മതി, ഞാൻ 2 എണ്ണം ഇപ്പോൾ കഴിക്കണം. ഒക്കെ കഴിഞ്ഞിട്ട് പഫ്കോൺ കഴിക്കണം ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പറ്റില്ല 3 എണ്ണം കഴിച്ചു, 3 എണ്ണം കഴിച്ചു പറഞ്ഞു എനിക്ക് പഫ്കോൺ കഴിക്കാനാണ്. ചപ്പാത്തി കഴിച്ചാലും ഇവളുടെ വയറ്റിൽ സ്ഥലം ഉണ്ടായിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾക്ക് അന്നേരം വാശിയായിരുന്നു, അതാണ് സത്യം. അപ്പൊ ഇവനും വാശി തന്നെ. എനിക്ക് വാശിയാണെങ്കിൽ ഉണ്ടല്ലോ അത് എന്തിനാന്നറിയോ, എന്റെ ഭാര്യ ഇങ്ങനെ എന്റെ ഫുഡും കഴിക്കാണ്ട് എന്റെ കൂടെ ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ ഏറ്റവും എന്നെ കൊണ്ട് പറ്റണ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ നോക്കണം എന്ന് പറഞ്ഞാൽ ഫുഡാണെങ്കിലും ശരി. ഇവളെ എപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവളെ എന്റെ കൂടെ വന്നപ്പോ ഞാൻ ഇവന്റെ കൂടെ വന്നിട്ട് 10-15 കിലോയാ കൂടി. ആരും പറയില്ല ഇവളെ നോക്കിയിട്ടില്ല എന്ന് ആരും പറയില്ല. എനിക്ക് അത്ര വേണ്ടുള്ളൂ. ഇവളിപ്പോ ഇങ്ങോട്ടൊക്കെ ഇവളിപ്പോ കുറച്ച് തടി വെച്ചിട്ട് ഇവളെ എനിക്ക് പഴയ സ്നേഹം കുറയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്തിനപ്പോ കുറച്ച് തടി കുറക്കാൻ പറ്റും. കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും കൂടിയാലും കൂടിയില്ലെങ്കിലും ഒക്കെ എനിക്ക് ഇവളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന സ്നേഹം ഒരു മാറ്റമില്ല. അത്രേ ഉള്ളൂ. കളിയാക്കും അതിപ്പോ അല്ലാണ്ട് ഇവിടെ പോയി ഞാൻ വേറെ ആരപ്പോ കളിയാക്കി കളിക്കുക വെള്ളപ്പറ്റല്ലേ, വേറെ ആരും ഇല്ല ഞങ്ങൾക്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ ചുമരുമ്പോക്കി കളിക്കേണ്ടി വരും. പിന്നെ ബാക്കി പറയും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 2 എണ്ണം മതി, എനിക്ക് പഫ്കോൺ കഴിക്കാനാണ്, എനിക്ക് വിശക്കുണ്ടെങ്കിൽ ഞാൻ തിന്നോളാന്ന് ഞാൻ പറഞ്ഞു. അതൊന്നും പറ്റില്ല. ഞാൻ അപ്പം 3 എണ്ണം തിന്നണം. ഇവൻ എന്താക്കി, ഞങ്ങള് മുട്ട ഉണ്ടാക്കിണ്ടായിരുന്നു, ചപ്പാത്തി ആക്കിണ്ടായിരുന്നു. ഇവന് ലാസ്റ്റ് പ്രാന്ത്. ഞങ്ങള് 18th ഫ്ലോറിലാണ്. വെറുതെ ഒരു ചപ്പാത്തിയുടെ മുട്ടയുടെ കാര്യത്തിലാണ് ഇവരെന്താ ചെയ്തറിയോ, ഇവൻ ഉണ്ടാക്കിയ മുട്ട ഫുള്ള് വിൻഡോ തുറന്ന് നേരെ പുറത്തേക്കാണ്. ചപ്പാത്തി എടുത്ത് കച്ചറയിലോട്ട് അത്ര തന്നെ. പിന്നെ അതിന് ശേഷം പിന്നെ ഇവള് ഞാൻ ഹോളിലിരുന്നു. ഞാൻ റൂമിലേക്ക് വന്നപ്പോ ഇവള് അവിടെ നിന്ന് അടിച്ചിട്ട് ഹോളിലേക്ക് വന്നു. പിന്നെ ഹോളിൽ ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട്, ഇവള് മൈൻഡ് ചെയ്യണില്ല. ഇവൻ പിന്നെ വന്നു. എനിക്ക് പിന്നെ ഭയങ്കര ദേഷ്യമായത് എന്തിനങ്ങനെ ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ പ്രശ്നമാക്കണം. ഞാൻ ഹോളിലിരുന്നു കാരണം എനിക്ക് പിന്നെ ശരിക്കും വാശിയായി. വാലീന കഴിക്കാന്ന് പറഞ്ഞ പിന്നെ എന്നാ വെച്ചാൽ ഞാൻ വരില്ല, എനിക്ക് വേണ്ട, നീ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അവൻ അടുത്തവരാണ്. ഇല്ല ചപ്പാത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുവരെ. ചപ്പാത്തി ഉണ്ടായിരുന്നു, മുട്ട മാത്രമേ കളഞ്ഞ. ഈ ഇടക്ക് ഇങ്ങനെ വന്ന് എന്നെ വിളിച്ചു. ഈ വാച്ച് വേണ്ട, ഒരു അടിപൊളി വാച്ചാണ് കേട്ടോ, ഒരു റോമൻ ലെറ്റേഴ്സ് ഉള്ളത്. ഇത് കുറെ റീൽസിലിരുന്ന് കളിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ വേണമെങ്കിൽ ഇതിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു. ഓക്കെ അവിടെ എന്താ അതിന്റെ പേര്, ഫ്ലാഗ് അല്ലടാ, റാക്കിന്റെ കാര്യം ചോദിച്ചായിരുന്നു. അതേപോലെ ഫ്ലാഗിന്റെ കാര്യം ചോദിച്ചായിരുന്നു. ഇത് 2 ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ അതിന്റെ ലിങ്കും ഇതിൽ ആഡ് ചെയ്തിടാം കേട്ടോ. ഓക്കെ ബാക്കി പറയട്ടെ.
ബാക്കി എന്തായിരുന്നു? എന്നിട്ട് ഞാൻ ചപ്പാത്തി കളഞ്ഞിട്ടുണ്ടാവുന്നില്ല. അപ്പൊ ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നീ കഴിച്ചു എനിക്ക് വേണ്ടത് കഴിഞ്ഞിട്ട് ഇവൻ ചപ്പാത്തി എറിഞ്ഞ ആളെയാണ്. എന്നിട്ട് പിന്നെ പോയി കിടന്നു. പിന്നെ ഞാനിങ്ങനെ അവിടെ ഹോളിൽ ഇരുന്ന് കരയണ്ട, എന്നാ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ വരണ്ട. എന്നിട്ട് വന്നു. അതിനുശേഷം പിന്നെന്താ, ഞാൻ പുറത്ത് പോയിട്ട് ഒരു ഐസ്ക്രീം എന്തൊക്കെ മേടിച്ചിട്ട് വന്ന് അല്ലേ. നമ്മൾ രണ്ടാളും കൂടിയിട്ട് പോയി തോന്നുന്നുണ്ട് അല്ലേ. ഇവൾക്ക് പിന്നെ തല്ലൂടി കഴിഞ്ഞാൽ ഐസ്ക്രീം മേടിച്ച ആ അടിയാണ് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുണ്ടാകുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ പിണങ്ങിയിരിക്കും, പിണക്കം മാറ്റാൻ ഞാൻ പിന്നാലെ പോയി ലാസ്റ്റ് പിണക്കം മാറും. മറ്റേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ എങ്ങനെ ഉണ്ടാവൂലേ അത്ര നേരം. ഇല്ല 1 മണിക്കൂർ മാക്സിമം, 1 മണിക്കൂർ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിച്ചു, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അടുത്ത് പുറത്ത് കിട്ടു, ഇവള് ഹാളിൽ വന്നിരുന്നു, ഞാൻ റൂമിൽ പോയി ഇടുന്നു, റൂമിൽ നിന്ന് പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം അത്ര ഉണ്ടാകുന്നുള്ളൂ. വാട്ട് എവർ നമ്മൾ എത്ര അടി ഉണ്ടായാലും എനിക്കിങ്ങനെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ലൈക്ക് സ്റ്റിൽ ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മാരേജ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും റിലേഷനിലുള്ളവരോ കപ്പിൾസായിട്ടുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസാണ്. ഞാനിപ്പോൾ അത്ര വലിയ ഇതായിട്ട് കാണാമെന്നല്ല, ഞാൻ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ലെവലല്ല. പക്ഷെ എനിക്ക് കിട്ടിയ, ഞാൻ ഇതുവരെ പഠിച്ചതിൽ ഞാൻ പറയാണ്, നമ്മളെ റിലേഷൻ ഇപ്പോൾ ഞാനിപ്പോഴും നമ്മുടെ ഇടയ്ക്ക് വേറൊരാളെ കൊണ്ടുവരരുത്. ഒരു ഒപ്പീനിയൻ ചോദിക്കാനും ഒന്നിനും. ഇപ്പോൾ ഞാനിവളും അടിയായ സമയത്ത് വേറൊരാളുടെ അടുത്ത് പോയി വിഷമം പറയാനോ ഒന്നിനും നിൽക്കരുത്. നമ്മൾ തന്നെ പറഞ്ഞ് തീർക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യാം. പിന്നെ അടുത്തത് അതെന്താ പറഞ്ഞു, നമ്മൾ തല്ലുകൂടി കഴിഞ്ഞ് ഈഗോ വെച്ച് നിൽക്കരുത്. ഈഗോ വെച്ച് നിൽക്കാൻ പാടില്ല. ഈഗോ പാടില്ല. ഇപ്പോൾ പക്ഷെ എന്നാലും അത് വലിയ ഡ്യൂറേഷൻ ഒന്നല്ല. വാട്ട് എവർ നമുക്ക് ആ സമയത്ത് ആരത്തും സംസാരിക്കാനൊന്ന് ഇപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ ആരത്തും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ എന്ത് പേഴ്സണൽ കാര്യം വരികയാണെങ്കിലും, ഞങ്ങൾ ഹാപ്പിനെസ് വരികയാണെങ്കിലും, ഭയങ്കര വിഷമം വരികയാണെങ്കിലും, സങ്കടം വരികയാണെങ്കിലും നമ്മൾ തന്നെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ തന്നെ തീർക്കുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യരുത്. പിന്നെ ഈഗോ വെച്ചിട്ട് നമ്മൾ തല്ലൂട്ട് എന്തായാലും ഉണ്ടാവും. മനുഷ്യന്മാരാണ്, എപ്പോഴും സെയിം ആയിട്ടുള്ള ഇമോഷൻസ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. വിഷമങ്ങളും ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അന്നേരം ദേഷ്യം വന്നാൽ അത് റിയാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ ഇപ്പം അവരുടെ ഭാഗത്താണ് ഈ മിസ്റ്റേക്ക് പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുത്തിട്ട് അവരടുത്ത് പോയിട്ട് സംസാരിക്കുക. എനിക്ക് ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നത്, അതുകൊണ്ട് ഇനി സോറി, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ദേഷ്യം ഉണ്ടാവില്ല. പക്ഷെ അതിങ്ങനെ പറഞ്ഞു വെച്ചാൽ പിന്നെയും നമ്മളൊരു ടൈം ആകുമ്പോൾ ദേഷ്യം വരും. ദേഷ്യം ഇപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. അതൊക്കെ ഇവളുടെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ അറിയാം. എനിക്ക് പണ്ട് മിണ്ടിയ ദേഷ്യമായിരുന്നു. ഇപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം തന്നെ വരലില്ല. ഇപ്പൊ ഒക്കെ ഇവള് ഈ പറയുന്ന ചീത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇവളെന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ അവളെ ഇത് പറയും, എന്റെ പൊന്നലി ഇത് എന്ത് മണ്ടത്തരം ചെയ്യണേ, ഇതാണ് ഇവള് പറയുന്ന ചീത്ത, ഇതാണ് ചീത്ത. ഇതല്ലാണ്ട് ഞാൻ ഇവളെ ദേഷ്യപ്പെട്ടൊരു എടി അങ്ങനെ ഒന്നും പറയലെന്നല്ല. ഇതാണ് ഇവള് ഉദ്ദേശിക്കണമെന്നല്ല, ഇവള് പറയണ സംഭവം എന്ന് പറഞ്ഞ ചീത്ത ഇതാണ്. ഞാൻ കുറച്ച് ദേഷ്യം കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്തൊരു ടോക്ക് ഇല്ലേ അത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ്. എനിക്ക് ലൈക്ക് റിലേഷനിലുള്ളവരോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ റിലേഷൻ ഏറ്റവും അടിപൊളിയായിട്ട് പോകാനുള്ള കാരണം, ഏറ്റവും വലിയ കാരണങ്ങൾ ഈ 2 ഒന്ന് ഈഗോ, നമ്മൾ രണ്ടാളും ഈഗോ വെച്ചിട്ട് നിൽക്കില്ല. രണ്ടാമത് നമ്മളുടെ ഇടയ്ക്ക് മൂന്നാമത്തെ ഒരാളാണ്. അത് എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, നമ്മുടെ ഇടയ്ക്ക് മൂന്നാമത്തെ ഒരാളാണ് നമ്മൾ കേറ്റാറില്ല എന്ന് പറഞ്ഞാൽ കേറ്റാറില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവക്കുണ്ട്, എനിക്കും ഫ്രണ്ട്സ് വലിയ കാര്യത്തിൽ, ഇവൾക്കും വലിയ കാര്യത്തിലൊന്നുമില്ല, 1-2 ഫ്രണ്ട്സ് എനിക്കും. അവരൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അല്ലാണ്ട് നമ്മുടെ ഇടയത്തെ മൂന്നാമത്തെ ഒരാളോ 4-മത്തെ ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരാളായിട്ട് കാണുന്നില്ല. നമ്മുടെ ഇടയിൽ വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് അടുത്തെന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇവിടെ കറണ്ട് ഇല്ല, പിന്നെ നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് തിങ്സ് വി ഡിഡ്ന്റ് എക്സ്പെക്ട് ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിലൊന്നും മാറിയിട്ടില്ല, ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് വീട്ടിൽ പോയപ്പോൾ, പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല.
ബട്ട് സ്റ്റിൽ അപ്പോഴാണ് എന്താ മതം കാര്യങ്ങളൊക്കെ വന്നത്. ശരി ശരി ശരി, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ടോക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരുമെന്ന്. മതം അവിടെ വന്നു, അത് നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ വരുന്നു. അതന്നെ എക്സ്പെക്ട് ചെയ്യാത്ത സാധനം അതായിരുന്നു. അത് പക്ഷെ വരും, ഒബ്വിയസ് ആയിട്ട് വരും കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളത് പെട്ടെന്ന് വിചാരിച്ചില്ല. ബട്ട് നമ്മുടെ ഫാമിലി സൈഡിൽ നിന്ന് കൺഫേം ആയിട്ട് അത് വരും. നമ്മളെ വീട്ടിൽ പോയപ്പോഴാണ് ഓരോരുത്തർ പള്ളി സൈഡിൽ നിന്ന് അവിടെ നിന്ന് വന്നത്. അപ്പൊ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നൊരു കാര്യം. ആക്ച്വലി പ്രപ്പോസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളെ ലവ് സ്റ്റോറി ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള അന്നാണ് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞങ്ങള് നല്ല ഇവളും പ്രപ്പോസ് ചെയ്തില്ല, ഞാനും പ്രപ്പോസ് ചെയ്തില്ല. നമ്മള് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് റിലേഷൻ ആക്സിഡന്റലി എന്നല്ല, നമ്മൾ അറിയാണ്ട് റിലേഷൻ ആയതാ. നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ ഡെയിലി എന്ന് പറഞ്ഞാൽ നമ്മള് സംസാരിച്ചു കഴിഞ്ഞാൽ ഡെയിലി പറയില്ല, അങ്ങനെ പറഞ്ഞിട്ടാ തുടങ്ങി. അതാരാ പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയായിരിക്കും, ഞാൻ തന്നെയായിരിക്കും പറഞ്ഞു. അതിന് ശേഷം അവളെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനാ പ്രപ്പോസ് ചെയ്തത്. I love you. I love you. I love you. റിജക്ട് ചെയ്തു. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങള് നന്നായിട്ട് മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഈ മാസം ഞങ്ങൾ പിന്നെ മാക്സിമം പിടിച്ച് ചെലവാക്കിയിട്ടുള്ളൂ. എത്ര നോക്കിയിട്ടും കാര്യമില്ല, പിടിച്ചിട്ട് എത്തിയിട്ടൊന്നുമില്ല കേട്ടാ. പിടിച്ചു നോർമലിനെക്കാട്ടി നല്ല പിടിച്ചിട്ട് തന്നെ ഈ മാസം വന്ന് പിടിച്ച് നോക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ട് കാര്യം നടക്കണില്ല. നല്ല പോലെ പൊട്ടുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങാണ്ട് തന്നെ പൊട്ടുന്നുണ്ട്. ഈ ബ്ലിങ്കിറ്റും ബ്ലിങ്കിറ്റിലൊക്കെ ശരിക്കും ഞങ്ങൾക്ക് വല്ല വൗച്ചർ തരണം. മിക്ക ദിവസവും ഇൻസ്റ്റാമാർട്ട് എന്നും ഉണ്ടാവും അതില്. നല്ല പറഞ്ഞല്ലേ, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, സംസാരിക്കല്ലേ. അപ്പൊ മണി മാനേജിങ് എന്തായാലും നമ്മള് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോ അത് പിന്നെന്തായിരുന്നു റിലേഷൻഷിപ്പ് റെഡ് ഫ്ലാഗ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ്. എനിക്ക് റെഡ് ഫ്ലാഗ് ഒന്നും ഇല്ലാട്ടോ. നമുക്ക് ഇപ്പൊ അത് ഇവള് പിള്ളേരെ എങ്ങനെ അതാ പറഞ്ഞത്. നിനക്ക് നീ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് പറയണേ. നീ എന്റെ ഗ്രീൻ ഫ്ലാഗ് ആണ്. അപ്പൊ ഞാനോ കണ്ടോ പറയുന്നില്ല, ഇവള് പറയുന്നില്ല. അപ്പൊ ഞാൻ റെഡ് ഫ്ലാഗ് ആണ് നിങ്ങൾ വിചാരിക്കില്ലേ? ഞാൻ ഒന്നും വിചാരിക്കില്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും പാവം ഞാനാ. ഇന്നലെ ഞങ്ങള് രാത്രി ഇങ്ങനെ കിടന്ന് സംസാരിക്കുക. ഇവള് കരഞ്ഞ് ഇന്നലെ സംസാരിച്ച് കരഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാര്യങ്ങള്. ഇവളുടെ ബർത്ത്ഡേക്ക് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല ഗിഫ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ അവളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം. എനിക്ക് ഗിഫ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇവളെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടോ അല്ല ബർത്ത്ഡേക്ക് മുന്നേ കേട്ടോ ഇവളെ ഇത് മീറ്റ് ചെയ്യാൻ പോയപ്പോ ഞാൻ അവളെ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. അതും പറഞ്ഞിട്ട കാര്യമാണ്. ലൈക്ക് അതും പറഞ്ഞിട്ട് ഇന്നലെ രാത്രി നിനക്ക് അറിയാം ഞാന് ഡ്രസ്സ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊക്കെ നിനക്ക് അറിയണം, അതൊക്കെ സന്തോഷിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പറയാം സന്തോഷിക്കണ്ടീര്, ആനന്ദ കണ്ണീർ അത്ര. അപ്പൊ ക്വസ്റ്റ്യൻസ് കപ്പിൾസ് ആർ ടു സ്കെയർഡ് ടു ആൻസർ. അങ്ങനൊന്നുമില്ല, ഞങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായി. അങ്ങനത്തെ പേടിയൊന്നുമില്ല. നമ്മൾ എന്ത് ചോദിച്ചാലോ സീനായിട്ട് വരും. എനിക്കൊന്നും ഹേറ്റ് ചെയ്യണം. ഇതിൽ ഞാൻ പറഞ്ഞ കേട്ടോ, ഇതിലൊരു സംഭവമുണ്ട്. തിങ്സ് വി ഹേറ്റഡ് ഈച്ച് അതർ അല്ലേ, ലവ് ഓർ ഹേറ്റ്. ലവ് ഓർ ഹേറ്റ്. ഇതില് ഞാൻ പറഞ്ഞ ഹേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അലീന വർക്ക് ചെയ്യണ അവിടുത്തെ പോയിട്ട് വരുമ്പോ അലീന ഇങ്ങനെ പറയാ, അവിടെ ആളുണ്ടല്ലോ ഭയങ്കര ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഭയങ്കര ദേഷ്യപ്പെടലാണ്, അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഓരോ ഇഷ്ടപ്പെടാന്ന് പറയില്ലേ. അപ്പൊ എനിക്ക് കേൾക്കുമ്പോ ഇങ്ങനെ ഇത് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ കേൾക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് ആളെ അറിയും കൂടിയില്ല, പക്ഷെ എനിക്കും ആളെ ദേഷ്യവും. ഇതേപോലെ അലീനയുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരെ കാര്യം അലീന അവരെ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ബട്ട് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംസാരിക്കണം എനിക്ക് ഇഷ്ടമല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ അലിയും കൂടി ഉണ്ടാവില്ല, എന്നാലും അവൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അല്ലേ? ഇപ്പൊ എന്റെ പൊന്നിന് അങ്ങനെ തന്നെ കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോ ഞാൻ പറയും നമുക്ക് പോയി ഇടിച്ചിട്ട് വരാന്നൊക്കെ പറയും. അങ്ങനെ നമുക്ക് പോയി ഇടിച്ചിട്ട് വരാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഇഷ്ടമുള്ള ഒരാൾ വന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറയുമ്പോൾ അവരുടെ പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അവർ ഇഷ്ടമില്ലാണ്ടാവണത് അല്ലേ? എനിക്ക് അങ്ങനെ തന്നെ, നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് ലവ് ഓർ ഹെയ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചല്ലോ. ലവും ഹെയ്റ്റും ഞങ്ങള് അങ്ങനത്തെ ഇഷ്ടപ്പെടേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇഷ്ടം തന്നെ. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരും, എനിക്കൊക്കെ ചെയ്തു തരും. ഫുഡ് മേടിച്ച് തരും, ഉണ്ടാക്കി തരും, ഭാര്യ തരും, ഒക്കെ ചെയ്തു തരും. എടാ നല്ല കളർ പോയി തുടങ്ങി. എന്തായാലും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ഇത്രതന്നെ ഉള്ളൂ. അപ്പോൾ നമ്മള് ChatGPT അടുത്ത് ചോദിച്ചിട്ട് അത് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും കണ്ടന്റ് പറ, അത് നമുക്ക് ചെയ്യാം അല്ലേ? പറഞ്ഞാൽ ഓവറായിട്ടുള്ള സാധനങ്ങളൊന്നും പറയരുത്. ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും പറയും. ഇപ്പൊ ഈ 500 റുപ്പീസ് ചലഞ്ച് നമുക്ക് ചെയ്തില്ല, അതേപോലത്തെ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുക. ഇനിയും ഇഷ്ടപ്പെടുക. ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ.